പലപ്പോഴും പാപത്തിലായി പോയിട്ടുണ്ട്. പലപ്പോഴും നമ്മുടെ ദൈവത്തിൽ നിന്ന് മത്സരിച്ചു നിന്നിട്ടുണ്ട്, മത്സരികളായി പോയിട്ടുണ്ട്. പക്ഷേ ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ലോർഡ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തീശുവിൻ്റെ നാമത്തിന്റെ സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്തയ്ക്കായി സങ്കീർത്തനം 106 നമുക്ക് നോക്കാം. ഇത് ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണ്. സങ്കീർത്തനം 103 മുതൽ 106 വരെ ദാവീദ് ദൈവത്തിന്റെ രക്ഷിതാവായ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു സങ്കീർത്തനങ്ങളാണ് ദാവീദ് പറയുന്നത്. ഈ ഒരു സങ്കീർത്തനത്തിന്റെ താരോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ 4-ാം വാക്യം കാണുവാൻ കഴിയും. യഹോവേ, നീ തിരഞ്ഞെടുത്തവരുടെ നന്മ ഞാൻ കാണേണ്ടതിന്, നിന്റെ ജനത്തിന്റെ സന്തോഷത്തെ സന്തോഷിക്കേണ്ടതിനും, നിന്റെ അവകാശത്തോടു കൂടെ പുകരേണ്ടതിനും, നിന്റെ ജനത്തോടു കൂടെ കടാക്ഷപ്രകാരം എന്നെ ഓർത്ത് നിന്റെ രക്ഷ കൊണ്ട് എന്നെ സന്ദർശിക്കണമേ. ഇതായിരുന്നു ദാവീദിന്റെ ഒരു അപേക്ഷയാ ഈ ഒരു സങ്കീർത്തനത്തെ കാണുവാൻ കഴിയുന്നത്. ദൈവത്തെ സ്തുതിക്കുകയും ന്യായത്തെ പ്രമാണിക്കുന്നവർ എല്ലായ്പ്പോഴും നീതി പ്രവർത്തിക്കുന്നവരും ഭാഗ്യവാൻ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം 4-ാം വാക്യം മുതൽ പറയുന്നത് ദാവീദിന്റെ ഒരു അപേക്ഷയാണ്. എന്തുകൊണ്ടാണ് ദാവീദ് ഇങ്ങനൊരു അപേക്ഷ പറയുവാനിടയായത്? അതിൻ്റെ 6 മുതൽ താരോട്ട് നമ്മൾ നോക്കുമ്പം 6 മുതൽ അവസാനം വരെ നമുക്ക് കാണുവാൻ കഴിയും, 43 വരെയും നമുക്ക് കാണുവാൻ കഴിയും. ദാവീദ് തൻ്റെ പിതാക്കന്മാർ ചെയ്ത പാപങ്ങളെയും അതിനെക്കുറിച്ച് ഓർത്ത് അനുതപിക്കുകയാണ്. ദാവീദ് ആ ഒരു 6-ാം അധ്യായത്തിൽ തുടങ്ങുന്നത്, ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരെ പോലെ പാപം ചെയ്തു, ഞങ്ങൾ അകൃത്യവും ദുഷ്ടതയും പ്രവർത്തിച്ചു. അപ്പം ആ പിതാക്കന്മാരുടെ പാപത്തെ ഓർത്ത് അനുദപിക്കുകയാണ്. എന്തായിരുന്നു ഇസ്രായേൽ ജനത്തിന്റെ പാപം? ഇസ്രായേൽ ജനം എങ്ങനെയുള്ള ഒരു ജനമായിരുന്നു? നമുക്കിതിന്റെ താരോട്ടുള്ള ഭാഗങ്ങളിൽ കാണുവാൻ കഴിയും. അവർ മത്സരമുള്ള ഒരു ജനമായിരുന്നു. ഒന്നാമത് അവർ മത്സരിച്ചു, ദൈവത്തോട് മത്സരിച്ചു. അതും ഇടയ്ക്ക് വെച്ചൊന്നുമല്ല, ആദ്യമേ ചെങ്കടൽ വെച്ച് മിസ്രയീമിൽ നിന്ന് അവരെ രക്ഷിച്ച കർത്താവിനെ മറന്ന് അവർ ചെങ്കടലിൽ വെച്ച് പോലും അവർ മത്സരിച്ചു. അതിനുശേഷം നമുക്ക് താരോട്ട് കാണാൻ കഴിയും, അവർ മോഹിച്ചു. അതിനുശേഷം അവർ ദൈവത്തെ പരീക്ഷിച്ചു. അവർ വിഗ്രഹങ്ങളും മറ്റു ദൈവങ്ങളുടെയും പിന്നാലെ പോയി. ആ ഒരു ഭാഗത്ത് കാണുന്ന ഇങ്ങനെ അവർ ഞങ്ങളുടെ മഹത്വമായവനെ പുല്ലു തിന്നുന്ന കാളയോട് സദൃശ്യമാക്കി. മഹത്വമുള്ള ആ ദൈവത്തെ ഒരു കാളയ്ക്ക് സദൃശ്യമായി ആ കാളയെ ആരാധിക്കുവാൻ തുടങ്ങി. അങ്ങനെ അവർ ദൈവത്തെ മറന്നു കളഞ്ഞു. ദൈവത്തിന്റെ വാക്കുകളെ വിശ്വസിക്കുകയോ കേൾക്കുകയോ ചെയ്തില്ല. പക്ഷേ പിന്നീട് ആ പലപ്പോഴും ഇസ്രായേൽ മക്കൾ നശിച്ചു പോകാൻ സാധ്യതയുണ്ടായിരുന്ന സ്ഥാനത്ത് എന്താണ് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് ഈ 40 വർഷവും ഇസ്രായേൽ മക്കൾ ഇങ്ങനെ വന്നതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ അത് 23-ാം വാക്യത്തിൽ കാണും. അവന്റെ വൃദ്ധനായ മോശ കോപത്തോട് ക്ഷമിപ്പിക്കാൻ അവന്റെ സന്നിധിയിൽ പിളർപ്പിൽ നിന്നില്ലെങ്കിൽ അവൻ അവരെ നശിപ്പിച്ചു കളയുമായിരുന്നു. മോശ ഒരു പിളർപ്പിൽ നിന്നൊരു മധ്യസ്ഥനായി നിന്നതുകൊണ്ടാണ് അവരെ നശിക്കാതെ 40 വർഷം നിന്നത്. പ്രിയ ദൈവജനമേ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ മോശയ്ക്ക് സദൃശ്യമാണ്. പുതിയ നിയമത്തെ കർത്താവായ യേശു ക്രിസ്തുവാണ് മോശയ്ക്ക് പകരമായി നൽകുന്നത്. എന്താണ്? നാം ഓരോരുത്തരും ഓരോ ദിവസവും പാപം ചെയ്യുന്നത്, കർത്താവിൽ നിന്ന് അകന്ന മത്സരികളായി പോകുമ്പോൾ നമുക്ക് വേണ്ടി തന്റെ പിളർപ്പിൽ നിന്നുകൊണ്ട് നമുക്ക് വേണ്ടി ചോര ചൊഴിഞ്ഞ് നമുക്ക് വേണ്ടി മരിച്ച കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മധ്യസ്ഥ അനയ്ക്കുന്നത് കൊണ്ടാണ് നാം നശിച്ചു പോകാതിരിക്കുന്നത്. ഈ 23-ാം വാക്യത്തെ കാണുന്നത് പോലെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി നിന്നില്ലായിരുന്നെങ്കിൽ, കർത്താവായ യേശു ക്രിസ്തു തന്റെ രക്തം ചൊഴിഞ്ഞില്ലായിരുന്നെങ്കിൽ, അടികൾ ഏറ്റില്ലായിരുന്നെങ്കിൽ നമ്മൾ എന്നേ നശിച്ചു പോകേണ്ടവരായിരുന്നു. പക്ഷെ നശിച്ചു പോകാതിരുന്നത് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി നിന്നതുകൊണ്ടാണ്. പക്ഷെ നമുക്ക് ഈ ഒരു ഭാഗത്തെ കാണുവാൻ കഴിയും, മോശ എന്നിട്ട് പോലും ഇസ്രായേൽ ജനം ദൈവസന്നിധിയിൽ തിരിച്ചു വരും. പിന്നെയും അവർ ദൈവത്തെ മറന്ന് ബാലിനും വിഗ്രഹങ്ങൾക്ക് പിന്നാലെ പോയപ്പോഴും അവിടെ ഫിനെഹാസ് എഴുന്നേറ്റ് ശിക്ഷ വിധിച്ചു. അങ്ങനെ താരോട്ട് ഒത്തിരി കാര്യങ്ങൾ അവർ പാപം ചെയ്തു. എന്നിട്ട് അവരുടെ കഷ്ടതയിൽ അവരെന്ത് ചെയ്തു? ദൈവത്തോട് നിലവിളിച്ചു. പക്ഷേ നമ്മുടെ കർത്താവ് സ്നേഹവാനും കരുണയുള്ള ദൈവവുമാണ്. അതുകൊണ്ട് 43-ാം വാക്യത്തിൽ കാണുന്നു, പലപ്പോഴും അവൻ അവരെ വിടുവിച്ചു, എങ്കിലും അവർ തങ്ങളുടെ ആലോചനയാൽ അവനോട് മത്സരിച്ചു. പല കാര്യങ്ങളിലും പല സ്ഥലങ്ങളിലും അവരെ വിടുവിച്ചു. അവർ നശിച്ചു പോകാതെ, ആ ജനം നശിച്ചു പോകാതെ അവരെ പലപ്പോഴുമായി വിടുവിച്ചു. എങ്കിലും
അവർ ദൈവസന്നിധിയിൽ മത്സരിച്ചുകൊണ്ടിരുന്നു. മത്സരമുള്ള ഒരു ജനമായാണ് ഇസ്രായേൽ ജനത്തെ കാണുന്നത്. അതാണ് ദാവീദ് അനുദപിച്ച് പറയുന്നത്. അതുകൊണ്ട് ദാവീദ് പറയുന്നത്, എന്നെ ഓർക്കണമേ, ആ രക്ഷയെ എനിക്ക് കാണിച്ചു തരണമേ, ആ രക്ഷ എനിക്ക് ഓർത്ത് അത് തൻ്റെ ജനത്തോടുകൂടെ സന്തോഷിക്കുവാൻ ഇടയാക്കണമേ എന്ന് ദാവീദ് അപേക്ഷിക്കുന്നത്. 44 മുതൽ താഴോട്ട് കാണാൻ കഴിയും. എന്നാൽ അവരുടെ നിലവിളി കേട്ടപ്പോൾ അവൻ അവരുടെ കഷ്ടതയെ കടാക്ഷിച്ചു. അവൻ അവർക്കായി തൻ്റെ നിയമത്തെ ഓർത്തു, തൻ്റെ മഹാദയപ്രകാരം അനുദപിച്ചു. കർത്താവ് പലപ്പോഴും അവരെ ശിക്ഷ വിധിക്കുമ്പോഴും നശിപ്പിക്കണം എന്ന് വിചാരിക്കുമ്പോഴും കർത്താവ് എന്താണ് സംഭവിച്ചത്? കർത്താവ് അവരെ നിലവിളിച്ചപ്പോൾ, തൻ്റെ മക്കളുടെ കരച്ചിൽ കണ്ടപ്പോൾ അനുദപിച്ചു, തൻ്റെ മക്കളെ ഓർത്തു, ദൈവത്തിന്റെ മഹാദയ പ്രകാരം അവരെ വിടുവിച്ചു. പ്രിയ ദൈവമക്കളെ, നമ്മുടെ പിതാക്കന്മാരും പാപങ്ങളിൽ നിറഞ്ഞവരാണ്. നാം ഓരോരുത്തരും പാപത്താൽ നിറഞ്ഞവരായിരുന്നു. പക്ഷേ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മധ്യസ്ഥനിച്ചു. നമ്മുടെ മഹാദയാലുവായ കർത്താവ് നമ്മളെ ഓർത്തത് കൊണ്ട് മാത്രമാണ് നാം ഇന്നും ഇവിടെ ജീവനോടെ ഇരിക്കുന്നത്. നമ്മുടെ പല കാര്യങ്ങളിലും നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. പല പ്രയാസങ്ങൾ വരുമ്പോഴും നമ്മൾ ദൈവത്തെ മറന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ വരും. പക്ഷേ ആ സന്നിധിയിലെല്ലാം നമ്മൾ മടങ്ങി കഷ്ടതയിൽ നമ്മൾ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ നമ്മളെ കരുണ തോന്നി ആ ദയയാൽ നമ്മളെ മടക്കി വരുത്തി നമ്മളെ എന്നും ഇവിടെ നിർത്തിയിരിക്കുന്നു. ആ ഒരു ദൈവത്തെ സ്തുതിക്കാം. നമ്മൾ മാത്രമല്ല, നമ്മുടെ തലമുറകളും ആ ദൈവത്തെ സ്തുതിക്കുക. ദാവീദ് തൻ്റെ പിതാക്കന്മാരുടെ ആ പാപത്തെ അനുദപിച്ച് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. അങ്ങനെ ജനമെല്ലാം ആമേൻ പറഞ്ഞു. അങ്ങനെ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു ദാവീദിനെ നമുക്ക് കാണുവാൻ കഴിയും, ഒരു ജനത്തെ നമുക്ക് കാണുവാൻ കഴിയും. പ്രിയ ദൈവമക്കളെ, നാമും ഇതുപോലെ പലപ്പോഴും പാപത്തിലായി പോയിട്ടുണ്ട്. പലപ്പോഴും നമ്മുടെ ദൈവത്തിൽ നിന്ന് ധരിച്ചു നിന്നിട്ടുണ്ട്, മത്സരികളായി പോയിട്ടുണ്ട്. പക്ഷേ പ്രിയരെ, നാം ഓരോരുത്തരും മത്സരികളാകുമ്പോഴും നമുക്ക് വേണ്ടി അടിക്കപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നാം വീണ്ടും നിലവിളിച്ച് ചെല്ലുമ്പോൾ നമുക്ക് വേണ്ടി മധ്യസ്ഥത അണച്ച് നമ്മളെ വീണ്ടും ദൈവത്തോട് അടുപ്പിക്കുകയാണ്. നാം ആ ഒരു ദൈവത്തെ ഓർത്ത് എന്നും സ്തുതിച്ചുകൊണ്ട് ആ സ്നേഹത്തിൽ ആ കൃപയിൽ മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ. അതേ ഓർത്ത് നാം കർത്താവിന്റെ വരവോളം വിശ്വസ്തയോടെ നിൽക്കുവാൻ. ഇസ്രായേൽ ജനം പാപികളായി, അവർ ദൈവത്തെ വിശ്വസിച്ചില്ല. പക്ഷേ നാം ഓരോരുത്തരും കർത്താവ് യേശുവിന്റെ രക്തത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് ജീവിതം നയിക്കുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ. ഈ വചനങ്ങളെ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.